എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഞാൻ ആ ഡോക്ടറെ വിളിച്ച് കാവ്യ മോൾക്ക് കൗൺസിലിങ്ങിന് വേണ്ടുന്ന ഏർപ്പാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇനി ഈ വൈകിയ വേളയിൽ അത് ക്യാൻസൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെ ശരിയാവും? ഒരു ഫോൺ കോളിന്റെ പ്രശ്നമല്ലേ ഉള്ളൂ അങ്കിളെ. അല്ലെങ്കിൽ തന്നെ സ്വന്തം മോളുടെ ജീവനേക്കാൾ വലുതൊന്നും അല്ലല്ലോ മറ്റൊന്നും. ഞാൻ കാവ്യമായിട്ട് സംസാരിച്ചു. അവൾ ഒരിക്കലും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ റെഡി അല്ല. അതാ പ്രശ്നം. അതിന് ഞങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ അവളോട് കൗൺസിൽ. എന്റെ അങ്കിൾ ഇങ്ങനെ കോമഡി പറയല്ലേ. നിങ്ങൾ മനസ്സിൽ കാണുമ്പോ അവള് മാനത്ത് കാണും. നിങ്ങളുടെ മോളല്ലേ ആള്. അവള് പറഞ്ഞ ഈ വിവരം ഞാൻ പോലും അറിഞ്ഞത്. എല്ലാം നശിപ്പിച്ചല്ലോ. ഇപ്പൊ നശിപ്പിച്ചിട്ടില്ല, നാളെ പക്ഷെ നശിപ്പിച്ചെന്നിരിക്കും. അർജുനെ കിട്ടിയില്ലെങ്കിൽ ചത്ത് കളയുമെന്നാ കാവ്യ പറയുന്നത്. നോ, അങ്ങനെയല്ലല്ലോ അവൾ മുൻപ്. അത് കള്ളം. പ്രേമത്തിന്റെ പരാജയം മറയ്ക്കാനുള്ള വെറുപ്പ് അഭിനയിക്കല് മാത്രം. അതാ ഞാൻ പറഞ്ഞത്, തൽക്കാലത്തേക്കെങ്കിലും കാവ്യ ഇവിടെ നിന്ന് മാറ്റിയതുകൊണ്ടോ കൗൺസിലിംഗ് നടത്തിയതുകൊണ്ടോ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടാൻ പോകുന്നില്ലെന്ന്. നമുക്ക് വേണ്ടത് തൊലിപ്പുറത്തെ ചികിത്സ അല്ലല്ലോ, ആണോ? നോക്കങ്ങളെ, കാവ്യ രണ്ടും കൽപ്പിച്ചാ നിൽപ്പ്. അവൾ എന്ത് കടുങ്കെ വേണമെങ്കിലും കാണിക്കും. ഇവിടെ നമ്മുടെ ഒരു നിരീക്ഷണം എപ്പോഴും അവൾക്ക് മേൽ വേണമെന്നർത്ഥം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറഞ്ഞു വരുന്നത്? യെസ്, അതിലേക്കാണ് ഞാൻ വരുന്നത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അഡ്വക്കേറ്റ് അഞ്ജലി ഇപ്പൊ ശംഖചക്രം തറവാട്ടിലെ മരുമകളാ. കാവ്യ ചെന്ന് കയറേണ്ട ഇടത്താ ആ വൃത്തികെട്ടവള് ചെന്ന് കയറിയിരിക്കുന്ന. മതി മതി, നീ കൂടുതൽ അങ്ങ് മൂപ്പിക്കാതെ കാര്യം പറ. രാഘവനുണ്ണി അങ്കിൾ അഞ്ജലിയെ പുറമേ എതിർക്കുന്നുണ്ടെങ്കിലും അവളെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ വേണ്ടി ഒന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തോന്നുന്നില്ല എന്ന് മാത്രമല്ല, മറിച്ച് അവളെ മരുമകൾ സ്ഥാനത്ത് നിന്നും മകളായിട്ടും തന്റെ പിൻഗാമിയായിട്ടും ഉയർത്തോ എന്ന് ഞാൻ സംശയിക്കുന്നു. രണ്ടുപേരും കള്ളം പറയാനും സ്ഥാപിച്ചെടുക്കാനും മിടുക്കരല്ലേ. ചേരും പടി ചേരുമെന്ന് ഉറപ്പ്. അതുകൊണ്ട് ശംഖചക്രത്തിനകത്തായാലും പുറത്തായാലും അഡ്വക്കേറ്റ് അഞ്ജലി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കാവ്യയ്ക്ക് ശംഖചക്രം വിലക്കപ്പെട്ട കനി തന്നെയാ. ശംഖചക്രം മാത്രമല്ല, അർജുനും. അപ്പോ എന്നേക്കുമായിട്ട് എന്റെ മകളുടെ കണ്ണുനീര് മാറണമെന്നുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് അഞ്ജലി ഇല്ലാതാവണം. ഈ ഭൂമിയിൽ ഇനി അവളെ ആവശ്യമില്ല. നരകത്തിൽ പോയി അവള് കേസ് നടത്തട്ടെ. കുറ്റവാളികളുടെ ചാകര കൊയ്ത്ത് അവിടെയല്ലേ. അതിനവളെ പറഞ്ഞു വിടാൻ കൊല്ലണോ അവളെ? കൊന്നേ പറ്റൂ. ഒരിക്കലും രാഘവനങ്ങൾ അത് ചെയ്യില്ല. പക്ഷെ കുറുപ്പങ്കിളിന് പലതും ചെയ്യാനാവും. കുറുപ്പങ്കിള് വിചാരിക്കണമെന്ന് മാത്രം. അപ്പോ നീ പറഞ്ഞു വരുന്നത് തൽക്കാലത്തേക്ക് രാഘവനുണ്ണി അവിടെ നിൽക്കട്ടെ. എന്റെ ഫസ്റ്റ് ടാർഗറ്റ് അഡ്വക്കേറ്റ് അഞ്ജലി ആയിരിക്കണമെന്നാണ് അല്ലേ? എന്റെ അല്ല, നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. അഞ്ജലിയെ എന്നേക്കുമായി ഒതുക്കിയാൽ ശംഖചക്രത്തിന്റെ താക്കോല് കാവ്യയുടെ കയ്യിൽ എത്തിയിരിക്കും. അതാണ് ഈ ഡീലിന്റെ റിസൾട്ട്. അങ്കിളൊപ്പം ഉണ്ടെങ്കിൽ എന്തിനും കൂട്ടായി ഈ യജ്ഞം പൂർത്തിയാക്കാൻ ഞാനും ഉണ്ടാവും കൂടെ. ഡീൽ ഓർ നോ ഡീൽ, എന്തു പറയുന്നു അങ്കിൾ?
അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടാത്ത പത്മകുമാരി ഇങ്ങോട്ട് വിളിക്കുന്ന ഇതെന്ത് മാജിക്ക്? ആ എന്താണ് പപ്പി? ഞാനിത് നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയാമോ? നിന്റെ ഫോൺ എന്ത് എപ്പോ വിളിച്ചാൽ ഔട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്നേ? അത് പിന്നെ അമ്പാടി ചേട്ടാ, ഞാൻ ഈ പ്രെയർ ഹാളിലായിരുന്നു. അവിടെ ഫോണിന് റേഞ്ച് കിട്ടില്ല, അതാ വിളിച്ചിട്ട് കിട്ടാതിരുന്നത്. ആ നീ ഇങ്ങനെ പള്ളിയും പ്രാർത്ഥനയായിട്ട് നടന്നോ? ബാക്കിയുള്ളവൻ ഇവിടെ കിടന്ന് ടെൻഷൻ അടിക്കുന്നത് ആരറിയാനാ? ആ എന്താ അമ്പാടി ചേട്ടാ അങ്ങനെ പറഞ്ഞത്? അതെ, നീ അവിടെ ആ കന്യാസ്ത്രീകൾക്കൊപ്പം കൂടി മടത്തി ചേരാനുള്ള പരിപാടിയാണോ? ഇങ്ങോട്ടൊന്നും വരാൻ ഒരു താല്പര്യവും കാണിക്കുന്നില്ല. എന്താണ് ഉദ്ദേശം? ഇതാ ഇപ്പൊ നന്നായത്. നിങ്ങളെല്ലാരും കൂടിയല്ലേ എന്നെ ഇവിടെ കൊണ്ടാക്കിയത്. എന്നിട്ടിപ്പോ നിങ്ങളെ കുറിച്ച് ഒരു വിവരം ഇല്ലാത്തത്. അഞ്ജലി ചേച്ചി ഇന്നലെ മുതൽ വിളിക്കുക, കിട്ടുന്നില്ല, അറിയാമോ? അത് പിന്നെ പപ്പി, അതെന്താണെന്ന് വെച്ചാലേ ഒരു പിന്നെയില്ല. ശരിക്കും പറഞ്ഞ നിങ്ങൾ എന്നെ എന്നാ കൂട്ടിക്കൊണ്ടുവന്നെന്ന് ചോദിക്കാനാ ഞാനിപ്പോ വിളിച്ച തന്നെ. ഇനി അധികാലം ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്നാ മദർ സുപ്പീരിയർ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു ഉപകാരം ചെയ്തവരെ നമ്മളായിട്ട് ബുദ്ധിമുട്ടിക്കാൻ പാടുണ്ടോ? അമ്പാടി ചേട്ടൻ പറ. അതെന്റെ പപ്പി, അടുത്ത ആഴ്ചയല്ലേ കേസിന്റെ ഹിയറിംഗ് വെച്ചിരിക്കുന്നത്. അതിനു മുന്നേ എന്തു വന്നാലും അവിടെ നിന്ന് നിന്നെ ഇവിടെ ഈ അമ്പാടി ചേട്ടൻ എത്തിച്ചിരിക്കും. എന്താ അതുപോലെ? വാക്ക് വാക്കൊക്കെ ഓക്കെ. ആ പക്ഷേ അഞ്ജലി ചേച്ചി എന്താ ഫോൺ എടുക്കാത്തത്? അത് പറ. അത് പിന്നെ പപ്പി, പപ്പി ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യും. എന്തിനാ നീ ഫോണ് മാറ്റുന്നേ? നീ ആരോടാ സൊള്ളിക്കൊണ്ടിരിക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴേ നിനക്ക് ഈ കിട്ടിയ തല്ലൊന്നും പോരല്ലേ? ഇതൊക്കെ ആരോട് പറയാൻ? കഷ്ടം. ഇത് ചേച്ചി വിചാരിക്കുന്ന പോലത്തെ കോളല്ല. ഇത് വേറൊരു അർജന്റ് മാറ്റർ. വേറെ ബാങ്ക് ലോണിന്റെ കൃഷിയുടെ കാര്യം. തന്നെ നിന്നെ എനിക്ക് അറിഞ്ഞൂടെ അമ്പാടി. മഴ മാനത്ത് കണ്ട അവന് അപ്പ വരും. ജോൺസൺ മാഷും കട്ടൻ ചായയും ഒടുക്കലത്തെ പപ്പിക്കുട്ടിയുടെ പഞ്ചാരയും. വിധി അല്ലാതെന്ത് പറയാൻ? പിന്നെ പപ്പി, ജലജ ചേച്ചിക്ക് എന്നോട് നല്ല ദേഷ്യമുണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല. അവളിങ്ങനെ ചുമ്മാതെ ഓരോന്ന് വളവളാന്ന് പറഞ്ഞോണ്ടിരിക്കും. നിനക്കറിയാല്ല, അവളൊരു ശുദ്ധഗതിക്കാരിയ. അല്ല, അങ്ങനെ അല്ല അമ്പാടി ചേട്ടാ, എനിക്കറിയാം കാര്യങ്ങള്. ചേട്ടനോട് കള്ളമൊന്നും പറയണ്ട. ഞാൻ കാരണല്ലേ ചേട്ടനെന്ന് തല്ല് കിട്ടിയതും ആശുപത്രി കഴിയേണ്ടി വന്നതും ഒക്കെ. ആ കാര്യത്തില് ചേച്ചിക്ക് എന്നോട് ആ ദേഷ്യം കാണും, സ്വാഭാവികമാണ്. പപ്പിമോളെ, അതങ്ങനെയൊന്നും അല്ല. അന്നത്തെ ആ അടിപിടിക്ക് ശേഷം ചേച്ചിക്കൊരു ഭയം ഉണ്ടെന്നുള്ള നേരാ. എനിക്കെന്തെങ്കിലും ആയി പോകുന്നുള്ളൊരു ഭയം, അല്ലാതെ നിന്നോട് വേറെ ഒരു പ്രശ്നവുമില്ല. ശരി, അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കേസിന്റെ കാര്യം എന്തായി? അത് അടുത്ത ആഴ്ചയാണ് കേസ് വച്ചിരിക്കുന്നത്. അതിനു മുമ്പേ തന്നെ ഞാൻ നിന്നെ അവിടെ വന്ന് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും, ഉറപ്പാണ്. അപ്പൊ അഞ്ജലി ചേച്ചി അർജുൻ ചേട്ടന് വരില്ലെന്നാണോ? അല്ല, അത് പിന്നെ അവരുടെ കാര്യത്തിൽ ഇവിടെ ചെറിയ ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാ? എന്നുവെച്ചാ അത് പിന്നെ അത് ഞാൻ നേരിട്ട് കാണുമ്പോൾ പറയാം. അല്ല അമ്പാടി ചേട്ടൻ എന്താ പറ്റിയെന്ന് പറയേ. അതെ, ഞാൻ നിന്നെ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം. ഇപ്പൊ നീ ഫോൺ വെക്കി. എടാ എന്താടാ, എന്തു പറ്റി? നിന്റെ 5-6 മിസ് കോൾ ഞാൻ കണ്ടല്ലോ. എടാ, നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നു? ഞാൻ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയാമോ? നീ എന്താ ഫോൺ എടുക്കാത്തെ? എന്റെ പൊന്നമ്പാടി, ഒന്നും പറയണ്ട. രാവിലെ നമ്മുടെ ചീരത്തോട്ടത്തിലേക്കൊന്ന് പോയതാ. അവിടെ ആകെ പ്രശ്നം. തെക്കേ കണ്ടത്തിലെ ചീര മുഴുവൻ പന്നി കയറി നശിപ്പിച്ചു. രാവിലെ ചന്ദ്രേട്ടൻ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ കാര്യം അറിയുന്നത്. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ അങ്ങോട്ട് പോയി. ആ തിരക്കിനിടയിലായിരിക്കും നീ വിളിച്ചത്. അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ആണോ? അപ്പൊ ഒന്നിനു പിറകെ ഒന്നായിട്ട് പ്രശ്നങ്ങളാണല്ലോ. ഒന്നിനു പിറകെ ഒന്ന് പ്രശ്നങ്ങളോ? എന്ത് പ്രശ്നം? അല്ല, നീ എന്താ ഉദ്ദേശിച്ചത്? എടാ, അത് പിന്നെ ഇന്നലെ അഞ്ജലിയുടെ കൂടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനെന്നും പറഞ്ഞു പോയ നിന്നെ വിളിച്ചിട്ട് കിട്ടാതെ വന്നപ്പോ എനിക്ക് ആകെപ്പാടെ ഒരു വെപ്രാളവും പരവേശവും കയറി. ഞാൻ നേരെ ശംഖുചക്രത്തിലേക്ക് വെച്ച് പിടിച്ചു. പക്ഷെ അവിടെ ചെന്നപ്പോ അഞ്ജലി അവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടു എന്ന് അവരെന്നോട് പറഞ്ഞത്.
അടിച്ചിറക്കി വിട്ടെന്നോ? ആര്? എപ്പോ? നീ എന്താ ഈ പറയുന്ന? പട്ടാപ്പകൽ എല്ലാരും കാണെ ഇവിടെ കയറി വന്ന അഞ്ജലിയെ രാഖി രാമാനം രാഘവൻ ഞങ്ങൾ ഇവിടുന്ന് അടിച്ചിറക്കി വിട്ടു. ദേ ആ ഗേറ്റ് വഴി. ഏയ്, അതൊരിക്കലും നടക്കില്ല. നീ ചിലപ്പോ കേട്ടത് തെറ്റിപ്പോയതായിരിക്കും. കോപ്പാണ്. എനിക്ക് ഒരു തെറ്റും പറ്റിയില്ല. അവര് പറഞ്ഞതും ഞാൻ കേട്ടതും ഒക്കെ ശരി തന്നെയാണ്. ഇനി അറിയേണ്ട ഒന്ന് മാത്രമാ, അഞ്ജലിയെ അവര് എന്ത് ചെയ്തു എന്ന്. ശ്ശേ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാനന്ന് കൃഷിയിടം വരെ പോയപ്പോഴത്തേക്കും അഞ്ജലി ഇറക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞ. ഇതില് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുമില്ല. നിന്റെ ഏട്ടത്തിയമ്മയുണ്ടല്ല, ആ അനുപമ, അവളെ ആളൊരു വിഷവിത്താണ്. അവളെ എന്തും ചെയ്യാൻ മടിക്കൂല. അതുകൊണ്ട് അവരെന്നോട് പറഞ്ഞത് വെറും വാക്കാണെന്ന് കരുതി തള്ളിക്കളയരുത്. നീ വേഗം വീട്ടിലോട്ട് ചെല്ല്. എന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ഒന്നാദ്യം മനസ്സിലാക്കാൻ നോക്കും. ആ, ശരി. കണ്ടിട്ട് ഇത് തന്നെയാണെന്ന് തോന്നുന്നു. ആ ചായക്കടക്കാരൻ പറഞ്ഞത് ഇടതുവശത്തെ മൂന്നാമത്തെ വീടെന്നല്ലേ? ഇത് രണ്ടാമത്തേതാ. അയ്യോ എന്റെ കുഞ്ഞപ്പേട്ട, ഇത് തന്നെയാ മൂന്നാമത്തെ വീട്. ഈ കുഞ്ഞപ്പേട്ട എണ്ണാൻ അറിയത്തില്ലേ? വാ വാ, നമുക്ക് എന്തായാലും ഒന്ന് കേറി നോക്കാം. വണ്ടി അകത്ത് കയറ്റ്. അത് വിടുന്നു. ഇന്ദു, ഇന്ദു, ആരാ ഇന്ദു ഇവരൊക്കെ? ആ, അറിയില്ല. കണ്ടിട്ട് ഏതോ ക്ലബ്ബുകാരുടെ പിരിവ് പോലെയുണ്ട്. മുറ്റത്ത് കണ്ടമാനം കാറോടൊപ്പമുണ്ട്. അതുകൊണ്ട് ഇവിടെയുള്ളവരാരും ഓട്ടോക്കാരെ സവാരിക്ക് വിളിക്കുന്നു തോന്നുന്നില്ല. നീ സവാരി ഒപ്പിക്കാൻ വേണ്ടിയാണോ അതോ അഞ്ജലിയെ കാണാനാണോ വന്നത് കുഞ്ഞപ്പ? അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളു. ആ, ഇനി കുറച്ചു നേരത്തേക്ക് കുഞ്ഞപ്പേട്ട ഒന്നും പണയണ്ട. ഓ, ആയിക്കോട്ടെ. വാ, നമുക്ക് ചോദിക്കാം. അതെ ചേച്ചി, ഈ അഞ്ജലി വക്കീലിന്റെ വീടല്ലേ ഇത്? വക്കീലിനൊന്ന് വിളിക്കാമോ? ഇത് അഞ്ജലിയുടെയും കുഞ്ചലിയുടെയും വീടൊന്നുമല്ല. ഇത് അഡ്വക്കേറ്റ് രാഘവൻ ഉണ്ണിയുടെ വീടാ. അപ്പൊ ഇത് തന്നെയാ ഞങ്ങൾ ഉദ്ദേശിച്ച വീട്. അഡ്വക്കേറ്റ് രാഘവൻ ഉണ്ണിയുടെ മരുമകളാണല്ലോ അഡ്വക്കേറ്റ് അഞ്ജലി. അപ്പൊ ഇത് തന്നെയാ അഞ്ജലിയുടെയും വീട്. എന്നാ ആര് പറഞ്ഞു? പറഞ്ഞവനെ ഒന്ന് വിളിച്ചോണ്ട് വാ, ഞങ്ങളൊന്ന് ചോദിക്കട്ടെ. ആ, ചൂടാവാതെ ചേച്ചി. ചേച്ചി നമ്മുടെ വക്കീൽ കൊച്ചിനെ ഒന്ന് വിളിക്ക്. നമ്മൾ അവളെ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് അങ്ങ് പൊക്കോളാം. ചേച്ചിയോ? ആരാടി നിന്റെ ചേച്ചി? ഇവരോടൊന്നും വർത്താനം പറയാൻ നിക്കണ്ട ഏട്ടത്തി. തറ ടീംസാ. ഇവറ്റകളോട് വർത്താനം പറയുന്ന നമ്മൾ നാറും എന്ന് കരുതി ഈ വൃത്തികെട്ട പലിശകളെ ശംഖുചക്രം തറവാട്ടിൽ നിരങ്ങാൻ വിടണമെന്നാണോ ഇന്ദു പറയുന്നത്? തള്ളെ സൂക്ഷിച്ച് സംസാരിക്കണം, കേട്ടല്ലോ? ഞാൻ പറഞ്ഞില്ലേ, ഇവറ്റകള് വാ തുറന്ന പ്രശ്നം. അവള് സ്ഥലത്തില്ലെന്ന് പറഞ്ഞ് ഇവരെ നമുക്ക് ഒഴിവാക്കി കളയാം. നീ ഒന്ന് മിണ്ടാതിരിക്കും ഇന്ദു. ഇവരെ അങ്ങനെ അങ്ങ് വിട്ടാ പറ്റില്ലല്ലോ. ഇതേ ലീഡിംഗ് അഡ്വക്കേറ്റ് രാഘവൻ ഉണ്ണിയുടെ വീടാ. വരുന്നവനും പോകുന്നവനും ഇവിടെ കയറി നിറങ്ങാൻ പറ്റില്ല. വൃത്തികെട്ടവന്മാര്. നിങ്ങൾ പിന്നെ
വന്നല്ലോ അടുത്ത കുപ്പത്തൊട്ടിക്കാരി. അതെ, രാജാജി നഗറിൽ നിന്ന് വന്ന് നിന്റെ അനിയത്തെ അന്വേഷിച്ച് അവിടെയുള്ള മുഴുവൻ പേര് വന്ന് നിൽപ്പുണ്ട്. ഇനിയിപ്പൊ പുറകെ നിന്നെ അന്വേഷിച്ചും വേറെ ആരെങ്കിലും ഇങ്ങോട്ട് വരുമോന്നാ ഞങ്ങളുടെ പേടി. നിങ്ങളോട് ആരാ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പറഞ്ഞത്? അഞ്ജലിയെ കാണണമെങ്കിൽ പുറത്തെങ്ങാനും വിളിച്ചു വരുത്തി കണ്ടാ പോരായിരുന്നോ? എടി കൊച്ചെ, നീയും ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? കുഞ്ഞുനാള് മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്നവരല്ലേ നമ്മളൊക്കെ. അയ്യോ മതി, മനുഷ്യന്റെ സ്വൈര്യം കളയാതൊന്നും ഇറങ്ങി പോകുന്നുണ്ടോ? കുഞ്ഞുനാള് മാങ്ങാ തൊലിയാ. ഇതൊക്കെ പറയാൻ നീ ആരാടി ഇവിടുത്തെ? ഞങ്ങളെ അഞ്ജലിയുടെ ഫ്രണ്ട്സാ. അവളെ കണ്ടിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. ആ അതെ, ഞങ്ങളിന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. നിങ്ങൾ അഞ്ജലി വിളിച്ച് ദേ നോക്ക്, നിങ്ങൾ ഇവിടെ കിടന്ന് കൂടുതൽ ഷോ കാണിക്കാതെ പോവാൻ നോക്ക്. സൗകര്യമില്ല. പോയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? മൂക്കി കേറ്റുവോ? കേട്ടടി എന്നാ കാണട്ടെ. മധു, നീ ഒന്ന് അടങ്ങ്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ആദ്യം അവിടെ നിങ്ങോട്ട് ചേച്ചി വന്നു, പിന്നാലെ അനുജത്തി. ഇപ്പത്തേ അവിടുന്ന് അടപ്പടല ഇറങ്ങി വന്നിരിക്കോ? ഇതെവിടെ ചെന്ന് നിക്കൊന്ന് കണ്ടറിയാം. നിങ്ങൾക്ക് എന്താ രാജാജി നേർന്ന് പറയുമ്പോ ഇത്ര വലിയ പുച്ഛം? ഞങ്ങളെ പോലുള്ളവർ അടിയും പിടിയും ഉണ്ടാക്കുന്നത് കൊണ്ടാ രാഘവനെ പോലുള്ള വക്കീലന്മാർ വെള്ളം കുടിച്ച് ജീവിച്ചു പോകുന്നത്. അതും മറക്കരുത്. ദേ, അനാവശ്യമായിട്ട് രാഘവേട്ടനെ പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാ നിങ്ങൾ എന്ത് ചെയ്യും? നിന്ന് മെഴുകാതെ അഞ്ജലിയെ വിളിച്ചിട്ട് വാതല്ലേ. അവളെ കണ്ട ഉടനെ ഞങ്ങൾ പോവുമല്ലോ. അഞ്ജലി, 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 അഞ്ജലി. ദേ, നിങ്ങൾക്ക് എന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? ഇവിടെ കിടന്ന് ബഹളം വെച്ച് ഞങ്ങൾ പോലീസിനെ വിളിക്കും. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ. നിങ്ങൾ പോലീസിനെ വിളിക്കും അല്ലേ? നമ്മൾ കാണാത്ത ഏത് പോലീസാ? അതെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോലീസിനെ വിളിക്ക്. നമുക്കൊരു കൈ നോക്കിക്കളയാം. കുറച്ച് കാലമായി കാക്കിയിട്ടവന്മാരോടൊന്ന് കൊരുത്തിട്ട്. നിങ്ങളോ? നിങ്ങളോ? നിങ്ങൾ എപ്പോ വന്നു? ഒന്ന് വിളിച്ചു പറഞ്ഞില്ലല്ലോ. കള്ളം. നീയാണ് ഇവറ്റകളെ ഇങ്ങോട്ട് വിളിച്ച് കയറ്റിയത്. നിങ്ങൾ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. അഞ്ജലി വന്നല്ലോ, ഇനി ഞങ്ങളും അഞ്ജലി തമ്മിൽ ആയിക്കോളാം. തള്ളമാരെ അകത്ത് കയറി പോവാൻ നോക്ക്. മധു, മിണ്ടായിരിക്കേ. അതെ, ഇവരൊക്കെ എന്റെ കൂട്ടുകാരാ. ഇവരെന്നെ കാണാൻ വന്നതാ. അവരിപ്പങ്ങ് പൊക്കോളും. പിന്നെ ഇതിൽ നിങ്ങൾ ഇടപെടണമെന്നില്ല. ഇടപെടും. നിങ്ങളുടെ കാണലും കെട്ടിപ്പിടിക്കലും ഒക്കെ ഈ ശംഖചക്രത്തിന് പുറത്തു മതി, ഈ വീട്ടുമുറ്റത്ത് വേണ്ട. പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങി പോയില്ലാണോ ഇവിടെ നിന്ന് മനുഷ്യനെ വെറുതെ നാണം കെടുത്താനായിട്ട്?
നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? തല്ലുണ്ടാക്കാനോ ചീത്തൊളിക്കാനോ ഒന്നും അല്ലല്ലോ. അഞ്ജലിയെ കാണാനല്ലേ? അഞ്ജലി, ഞങ്ങൾ നിന്നെ വെറുതെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. നീയില്ലാതെ കോളനിയിൽ ഒരു രസവും ഇല്ല, അത് പറയാൻ. നീ പോയതിനു ശേഷം മൊത്തത്തിൽ ആർക്കും ഒരു ചൊടിയും ചുണയും ഇല്ല, ഒരു തരം മരവിപ്പ് പോലെ. അപ്പോൾ ഞാനാ പറഞ്ഞത് നമുക്ക് കൊച്ചുവക്കലിനെ പോയിന്ന് കാണാന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയതുപോലെയാ. കൊച്ചമ്മമാർക്കൊന്നും നമ്മളെ ബോധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ നിങ്ങളോട് ഇവിടെ ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയോ? പറ, ഇവരെന്താ മോശമായിട്ട് സംസാരിച്ചേ? ഇത് നിന്റെ ലൈഫാ, അതില് നിനക്കിനിയൊരു സെക്കൻഡ് ചോയ്സ് ഇല്ല അഞ്ജലി. ശംഖുചക്രത്തിന്റെ തിരുമുറ്റത്തിട്ട് ഈ കുറിപ്പ് ഒരു കഥനെ അങ്ങ് പൊട്ടിക്കും. അതില് ആരുടെയൊക്കെ തല വീഴുന്ന് എനിക്ക് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. മോളെ അഞ്ജലി, ഇതെനിക്ക് എന്റെ ലൈഫിന്റെ പ്രശ്നമാണ്, എന്റെ നിലനിൽപ്പിന്റെ പ്രശ്നം. ഇവിടെ എനിക്ക് ഒരിക്കലും ഒരു ചാൻസ് എടുക്കാൻ പറ്റില്ല. ഐ എം സോ സോറി.